സത്യത്തിൻ്റെയും നീതിയുടെയും ചില തിരിച്ചുവരവുകൾ അത് ഈ പ്രപഞ്ചത്തിൽ അനിവാര്യമാണ്. അതിന് ചിലപ്പോൾ നാം ആരും പ്രതീക്ഷിക്കാത്ത ചില വാതിലുകളായിരിക്കും, ചില അവസരങ്ങളായിരിക്കും തുറക്കപ്പെടുക. ചിലതൊക്കെ ചിലർക്ക് വേണ്ടി എഴുതിയതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമാണ്. മലയാളത്തിലെ വളരെ ഹിറ്റായ സിനിമയിലൊന്നാണ് അമരം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുന്നവരായിരിക്കും ധാരാളം പേർ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം പകർന്ന പാട്ട് പാടിയത് പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിലാണ്. അത് നമ്മൾ കേൾക്കുന്നതിന് മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ രവീന്ദ്രൻ മാഷും യേശുദാസും തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കമോ മറ്റെന്തോ സംഭവങ്ങളുണ്ടായി. അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് രവീന്ദ്രൻ മാഷിന് നിർബന്ധമാണ് അത് ദാസേട്ടനെ കൊണ്ട് പാടിക്കില്ല എന്ന്. അതിനവർ SP ബാലസുബ്രഹ്മണ്യത്തെയാണ് റെക്കോർഡിങ്ങിനായി ഈ പാട്ട് പാടാനായി കണ്ടെത്തിയത്. അതിലെ ഈ അഴകേ നിൻ മിഴിനീർ മണിയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആ പാട്ടൊക്കെയും ആണ് അതിനുവേണ്ടി കരുതി വച്ചത്. റെക്കോർഡിംഗ് വേളയിൽ SP അവിടെ എത്തിയത്രേ. ഈ പാട്ടുകൾ പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ട്രാക്കുകൾ അദ്ദേഹം കേട്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നടന്നുപോയി. കൈതപ്രവും രവീന്ദ്രൻ മാഷും ഒപ്പം ചെന്ന് എന്തേ ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇതിഷ്ടമാകണമെങ്കിൽ അന്ത പെരിയ ആൾ പാടണം എന്ന് പറഞ്ഞാണ് നടന്നുപോയത്. പിന്നീടാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയതും മലയാളികൾക്ക് എന്നും ഒരു എവർലാസ്റ്റിംഗ് സോങ്ങായി മനോഹരമായ ആ ഗാനം നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഇതുമായി സമാനതകളില്ലെങ്കിലും ചിന്മയി എന്ന് പറയുന്ന ഗായികയെ പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമുണ്ടാവില്ല. മലയാളത്തിൽ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമിഴിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗായികയായിരുന്നു അവർ. തഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൻ്റെ സോങ് ലോഞ്ചിങ്ങിൻ്റെ വേളയിൽ അത് പാടേണ്ടിയിരുന്നത് ദീ എന്ന് പറയുന്ന ഒറിജിനൽ പാട്ട് ആ സിനിമയിൽ പാടിയ ഒരു സഹോദരിയായിരുന്നു. എന്നാൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് ചിന്മയി പാടാൻ ഈ പാട്ടിന് സംഗീതം നൽകിയ AR റഹ്മാൻ എന്ന അതുല്യ പ്രതിഭ നിർബന്ധിച്ചു. അവരാ പാട്ടുപാടി. ഈ പാട്ടാണ് ചിന്മയി പാടിയത്. ചിന്മയുടെ പാട്ട് കേട്ടതോടുകൂടി ശരിക്കും തമിഴകം ഇളകി. ആ വരികൾക്കും സംഗീതത്തിനോടും ചേർന്ന് നിൽക്കുന്ന വളരെ ഫീലുള്ള മനോഹരമായ ഈ പാട്ട് കോടിക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾ കൊണ്ട് കേട്ടത്. എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് ചിന്മയി തിരിച്ചു വരണമെന്നും ചിന്മയി തന്നെ ഈ പാട്ട് പാടണമെന്നും ഒക്കെ ഉള്ളതായിരുന്നു അവരുടെ ആവശ്യവും ആവേശവും. അപ്പോഴാണ് പ്രസക്തമായൊരു ചോദ്യം, ചിന്മയി എന്തേ തിരിച്ചു വരാൻ നിർബന്ധിക്കുന്നത്? അതിൻ്റെ സംഭവം 2009 ഈ മീറ്റു ആരോപണം അഥവാ തൊഴിലെടുക്കുന്നവർക്ക് അവരുടെ അന്തസ്സോടെ തൊഴിൽ ചെയ്യാൻ കഴിയാതെ പലരും ഉപയോഗിക്കാനും സമ്മർദ്ദപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണത്തിൻ്റെ ആദ്യ വെടിപൊട്ടിച്ചവരിൽ ഒരാളായിരുന്നു ചിന്മയി. തമിഴിലെ പ്രശസ്തനായ വൈരമുത്തു എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനും രാധാരവി എന്ന് പറയുന്ന ഒരു ആക്ടർക്കുമെതിരെയാണ് അവരിത് ഉന്നയിച്ചത്. അന്ന് ഇപ്പോൾ 40 വയസ്സുള്ള ചിന്മയിക്ക് ഒരു 24 അല്ലെങ്കിൽ 23 വയസ്സുണ്ടാവും. ഇപ്പോൾ 76ഉം 78ഉം വയസ്സുള്ള അവർക്ക് 60 വയസ്സോ മറ്റോ ഒക്കെ ഉണ്ടാവും. ഏതായാലും വളരെ ഒരു കാലയളവ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ തമിഴ് സിനിമയിൽ നിന്നും സംഗീതത്തിൽ നിന്നും അവരെ ഒഴിവാക്കപ്പെട്ടു. പിന്നീട് അവർ തെലുങ്കിലും മറ്റു പല ഭാഷയിലുമാണ് പാടിയത്. ഈ തഗ് ലൈഫിൻ്റെ തെലുങ്ക് പതിപ്പിലൊക്കെ ചിന്മയി തന്നെയാണ് പാടിയത്. തമിഴിൽ ഇപ്പോൾ അവർക്ക് പാടാൻ ദൈവം ഇങ്ങനൊരു അവസരം കൊടുത്തു. ഈ ദീ വന്നിരുന്നെങ്കിൽ ഇതുപോലെയൊരു വേദിയിൽ അവർക്ക് പാടാനാവുമായിരുന്നില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്ന AR റഹ്മാൻ്റെ മുഖത്തൊരു ഭാവമുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ താൻ എന്നോ കണ്ടെത്തിയ, കാരണം ഈ മേഖലയിലേക്ക് ഒരു RJ ആയിരുന്ന, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റൊക്കെ മാത്രമായിരുന്ന ഈ ചിന്മയിയെ ഗാനാലാപന രംഗത്തേക്ക് കൊണ്ടുവന്നത് AR റഹ്മാൻ സാറാണ്. ഒടുവിൽ ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹവും വേദനിച്ചിട്ടുണ്ടാവും. ആ വേദനയുടെ ഒരു മധുര പ്രതികാരമെന്നോണം മാറി ഈ പാട്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലെ എല്ലാ പ്രൊഫൈലുകളിലും പേജുകളിലും ചിന്മയുടെ ഈ പാട്ടാണ്. ഒപ്പം ചിന്മയി തിരിച്ചു വരിക എന്ന് പറയുന്ന ഹാഷ്ടാഗും.